ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് ബില്ല് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. എന്നാൽ എതിർപ്പുകളെ കാറ്റിൽ പറത്തി ഉത്തരാഖണ്ഡ് സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞു. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഉത്തരാഖണ്ഡ് സിവിൽ കോഡ് നടപ്പിലാക്കിയത്. രാജ്യത്തെ പൗരന്മാരെ രണ്ടായി തിരിക്കുന്ന സിവിൽ കോഡിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. രണ്ടാം NDA സർക്കാർ നിലവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടത്തിയെങ്കിലും ശക്തമായ പ്രതിഷേധത്തിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. മൂന്നാം NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ UCC നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ NDA പ്രഖ്യാപിച്ചതാണ്. എന്നാൽ സഭയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞതോടെ UCCയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. എന്നാൽ ഇക്കാര്യത്തിലുള്ള പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഉത്തരാഖണ്ഡ് UCC പാസാക്കിയത്. ഒരു ചെറിയ സംസ്ഥാനത്ത് പാസാക്കിയിരിക്കുന്ന നിയമമായിട്ട് കൂടി അതിനുള്ളിൽ BJPക്കാർ വലിയ കെണികളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യം മുഴുവൻ സമാന രീതിയിലുള്ള ബില്ല് പാസാക്കുമ്പോൾ എത്രമാത്രം അരോചകമാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മതസന്തുലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് BJP പറയുമ്പോഴും അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചതിയെപ്പറ്റി സാധാരണക്കാരന് വലിയ ധാരണയില്ല എന്നതാണ് സത്യം. BJP ഇപ്പോൾ ജനങ്ങളുടെ കിടപ്പുമുറികളിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് ഉത്തരാഖണ്ഡിലെ സിവിൽ കോഡ് ബില്ലിനെ കുറിച്ചുള്ള പ്രധാന ആരോപണം. ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൽ പറയുന്നത് അനുസരിച്ച് നിയമവിരുദ്ധമായി വ്യക്തികൾ 1 മാസത്തിൽ കൂടുതൽ ലിവ് ഇൻ ബന്ധത്തിൽ തുടരുകയാണെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് 3 മാസം വരെ തടവോ 10,000 രൂപ പിഴയോ ആണ്. ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിന് തങ്ങൾ ലിവ് ഇൻ ബന്ധത്തിലല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നാണ് ഈ ഞെട്ടിക്കുന്ന വ്യവസ്ഥ അർത്ഥമാക്കുന്നത്. ആർക്കെതിരെയും പരാതി ഫയൽ ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. മുതിർന്നവരുടെ സമ്മതത്തോടെയുള്ള വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള BJP സർക്കാരിന്റെ ലജ്ജാകരമായ ശ്രമമാണ് ബില്ലെന്ന് കോൺഗ്രസും നേരത്തെ ആരോപിച്ചിരുന്നു. ഉത്തരാഖണ്ഡിൽ പാസാക്കിയ നിയമം വൈകാതെ തന്നെ രാജ്യം മുഴുവൻ എത്തിക്കുമെന്നും BJP നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ബില്ല് പാസാക്കുന്നത് തടയാൻ ഏത് അറ്റം വരെ പോകുമെന്നും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസും നേരത്തെ അറിയിച്ചതാണ്. സർക്കാർ പരാജയപ്പെടുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും അത് ചെറുക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നുമാണ് നേതാക്കൾ പറയുന്നത്. 1951 ജനസംഘത്തിന്റെ തുടക്കം മുതൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമായ UCC നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ ചുവടുകൂടിയാകാം ഇതെന്നാണ് ദേശീയ ദിനപത്രമായ ദ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ വാർത്തകളിൽ അടിവരയിട്ട് പറയുന്നത്. UCCയും ആർട്ടിക്കിൾ 370 റദ്ദാക്കലും 2019 അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ മുൻഗണന ക്രമത്തിൽ നടപ്പിലാക്കാൻ BJP ശ്രമിച്ചിരുന്നു. 1951 ഒക്ടോബർ 21 ഭാരതീയ ജനസംഘ് എന്നറിയപ്പെടുന്ന പാർട്ടിയുടെ ആദ്യകാല സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു സിവിൽ കോഡ്. രാമക്ഷേത്രവും ആർട്ടിക്കിൾ 370 റദ്ദാക്കലും നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം ഏകീകൃത സിവിൽ കോഡ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ ലോക്സഭയിലെ പ്രാതിനിധ്യം കുറഞ്ഞു നിൽക്കുന്ന BJPക്ക് എളുപ്പത്തിൽ യൂണിയൻ സിവിൽ കോഡ് ബിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ UCC നടപ്പിലാക്കാനുള്ള തന്ത്രം അവർ പയറ്റുന്നത്.